ഫേവറേറ്റ് പ്ലേസുകളില് ഒരു സ്ഥലം കേട്ടത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കുഞ്ഞിതായിരുന്നപ്പോ തൊട്ട് നമ്മള് വീട്ടിൽ നിന്നിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ മേളിക്ക് നോക്കി നിൽക്കും പ്ലെയിൻ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നാലും ഓരോ വലിയ ആൾക്കാരായാലും കൊച്ചു കുട്ടിയെ പോലെയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചില ദിവസങ്ങളിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം സന്തോഷമാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കൽ ഇത്തിരി കൂടുതലാണ് കേട്ടാ. എലക്ഷൻ ആയതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടി കാലത്ത് തന്നെ ഞങ്ങൾ പോയി വരി നിൽക്കണം കേട്ടാ. കാലത്ത് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് നല്ല വരി ഉണ്ടായിരുന്നു കേട്ടാ. എന്നാലും ഞങ്ങൾ കാലത്ത് തന്നെ വോട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയോണ്ടിരിക്കണേ കേട്ടാ. അപ്പോൾ പോണ വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. എവിടേക്കാണ് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടേക്കാണ് കേട്ടോ പോണത്. പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇടയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഇറക്കം പതിവാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയം വൈകുന്നേരം തന്നെ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. അവിടേക്ക് പോണ വഴിയിൽ എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കണ കാരണം നമ്മുടെ സോളാറിൻ്റെ ആ ഒരു ഏരിയ മൊത്തം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് ആ പ്ലെയിൻ പോണതിൻ്റെ നേരെ അടിയിൽ കൊണ്ടുപോയി ഞങ്ങൾ പാർക്ക് ചെയ്ത് കേട്ടോ. നമ്മുടെ പ്ലെയിൻ പോണത് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം നിൽക്കണ്. ഒരെണ്ണം പോലും പോയിട്ടില്ല. നോക്കാം. ഇങ്ങനെ പ്ലെയിനും ട്രെയിനും ഒരുമിച്ച് പോകുമ്പോൾ കിട്ടണ ഒരു ഫീല് വേറെ ഒന്ന് തന്നെയാട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പോണത് അറിയില്ല കേട്ടാ. അങ്ങനെ ഒരു 5-6 പ്ലെയിൻ പോണതും വരണതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വിശന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ ദാബേലേക്ക് കേട്ടോ വിട്ടത്. ദാബേൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടിയും ചിക്കൻ കറിയും ദാലും മസ്റ്റാണ് കേട്ടാ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഒരു കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിരാവിലെ കൊടുക്കേണ്ട കേക്കായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി.